വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ പതിവ് പോലെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണെന്ന് പറയാം, അല്ലാന്ന് പറയാം. ഒന്ന് ജസ്റ്റ് സ്റ്റൈൽ ചെയ്യുന്നത് മാത്രം നിങ്ങളെ കാണിച്ചു ഒന്നുള്ളൂ, വെറുതെ എന്തിനാണ് വെറുപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒരു ക്രിസ്മസ് വൈബിലൊന്നും റെഡി ആയിട്ട്, ക്രിസ്മസ് വൈബ് ആകുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ റെഡി ആകുന്നു. അപ്പോൾ റെഡി ആയിട്ട് നേരെ ഇവിടെ ഹാംസ്റ്റഡ് സിറ്റിയിൽ ക്രിസ്മസിന്റെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ ഹാംസ്റ്റഡ് യൂണിവേഴ്സിറ്റിയിലെ സോഷ്യൽ മീഡിയ അംബാസഡർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഇവിടെ സിറ്റിയിൽ പോയിട്ട് അവിടുത്തെ ക്രിസ്മസിന്റെ പരിപാടികളൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യണം. എൻ്റെ കൂടെ ഒരു ഫ്രണ്ട്, ഒരു സ്വീഡിഷ് ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ആ ഒരു വൈബ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് നമുക്ക് പെട്ടെന്ന് പോകാം, അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ വാ. അങ്ങനെ ഞാൻ പടേന്ന് റെഡിയായി. റെഡ് കിട്ടാത്തത് കൊണ്ട് മജന്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് വൈറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ജാക്കറ്റ് വെച്ച് പെയർ ചെയ്തു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. പിന്നെ റെഡി ആയി കഴിഞ്ഞിട്ട് എൻ്റെ വകയുള്ള പട്ടി ഷോയും ഞാൻ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഇതില്ലാതെ എനിക്ക് പറ്റത്തില്ലെന്നേ, എന്നാ ചെയ്യാനാ? അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞാൻ പോയത് സ്റ്റൊറാറ്റോർഗിലേക്കാണ് കേട്ടോ. ഇതാണ് സ്റ്റൊറാറ്റോർഗ്, ഹാംസ്റ്റഡിലെ സെൻട്രം. ഇവിടെയാണ് ഫുൾ പരിപാടി നടക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ അവിടെ വെച്ച് മീറ്റ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ്, ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കാനുണ്ടെന്ന്. അപ്പം ഇന്ന് ഫുൾ നടന്ന് വീഡിയോ എടുത്ത് നടക്കുന്നത്. എന്നിട്ട് ഇതാണ് മെറാബു. ഈ മെറാബു ഒരു ചോക്ലേറ്റ് ആണ്. ഇത് കിട്ടാൻ വേണ്ടി എന്തോ ഗെയിമുണ്ട് കേട്ടോ, കൂടിയില്ല. പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മാർക്കറ്റ്സ്, കടകളുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഈ ഉത്സവത്തിനും പെരുന്നാളിനൊക്കെ കുറേ കട കാണത്തില്ലേ, അതുപോലെ കുഞ്ഞു കുഞ്ഞു കുറേ കടകളുണ്ട്. പക്ഷെ ഇവിടുത്തെ ഐറ്റംസ് ആയിരിക്കും. ഐറ്റംസ് ഒക്കെ നിങ്ങൾ കണ്ടോട്ടോ, എനിക്കൊന്ന് പറഞ്ഞുതരാം, എനിക്ക് അറിയാൻ മേലാതെ. പക്ഷെ നല്ല രസമുണ്ട്, ക്രിസ്മസ് വൈബില് നല്ല രസം. പിന്നെ എനിക്ക് ഏറ്റവും അതിശയം തോന്നിയത് ഇതേ ഈ പുൽക്കൂടായിരുന്നു. ഈ ഷോ ഒക്കെയാണ്, പക്ഷെ മാതാവ് യോസേപ്പും ആട്ടിടയന്മാരും ഒക്കെ നമ്മുടെ നാട്ടിലെ വെച്ച് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ലാന്നേ. അത്ര ഡിഫറൻസ് ഉണ്ടായിരുന്നു. എനിക്കതൊട്ടും അക്സെപ്റ്റബിൾ അല്ലായിരുന്നു കേട്ടോ. അയ്യോ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കണ്ടത് ഈ സാന്റാക്ലോസിനെയാണ്. ഭയങ്കര എനർജി ആയിരുന്നു കേട്ടോ പുള്ളിക്ക്. പിന്നെ ഈ പട്ടിക്കുട്ടനെ കണ്ടു, ഒരു 7 ഇടങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലത്തെ വലിയ പട്ടിക്കുട്ടന്മാര്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഒരു അടിപൊളി കരോളും കണ്ടിട്ട് നേരെ പോയത് ഈ ഒരു കഫേയിലേക്കായിരുന്നു. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നേ, നല്ല കോസി ലുക്കാണ്, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ആംബിയൻസ്. നേരെ കയറി ഒരു ഫിക്ക പാസ്സാക്കി. ഫിക്ക എന്ന് പറയുന്നത് നമ്മളവിടെ ചായയും കടിയും കഴിക്കുന്നത് പോലെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫുഡ് കഴിക്കുന്നു. എനിക്ക് ഇവിടെ വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തത് ചായ ലാറ്റയും ആൻഡ് ഈ ഒരു ചോക്ലേറ്റ് കേക്കും ആയിരുന്നു. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ക്ലോഗ് കുടിച്ചു. ഈ ക്രിസ്മസ് ടൈമിൽ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ, മുൾഡ് വൈൻ എന്നൊക്കെ പറയുന്നത് പോലെ എന്തോ ഒരു സാധനമാണ് ഈ ക്ലോഗും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ആരാ വന്നേക്കുന്നേ? സാന്താക്ലോസ് മെയിൻ ആളെത്തി കേട്ടോ, കൂടെ ഈ കുട്ടിക്കുതിരയും. അയ്യോ എന്ത് ക്യൂട്ടായിരുന്നെന്ന് അറിയാമോ അതിനെ കാണാൻ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ്റെ പുറകെ ഞാൻ കുറേ നേരം നടന്നു. എന്നിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും പിന്നെ ഫുൾ കൺജസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു. നല്ല അടിപൊളിയായിരുന്നു. ഇത്രയും കൺജസ്റ്റഡ് ആയിട്ട് ഹാംസ്റ്റഡ് സിറ്റി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വന്നതിൽ പിന്നെ കാണുന്നത്. പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് ബായ് പറഞ്ഞ് പോകുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ചുരോസ് കഴിക്കാനായിട്ട് ഒരു 1.5 മണിക്കൂറത്തെ ക്യൂ നിന്ന് ചുരോസ് കഴിക്കലാക്കി ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ഞാൻ വഴി വെച്ചത്. ഇതാണ് ഈ ഒരു ഷാഡോ ഷോ കണ്ടത്. അപ്പം അതും കണ്ടു നിന്ന് സ്വീഡന് വന്നിട്ട് ഇതെൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇവിടെ നേരത്തെ എൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ വൈബ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപാടി ഇവിടെ തീർന്നു കേട്ടോ. അങ്ങനെ ചുരോസൊക്കെ കഴിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം റീനു.